ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ ഉള്ള നിങ്ങളുടെ രണ്ടുപേരുടെ ഇംപ്രഷൻ. ഒരാൾ വെച്ച് പറ. ആരാദ്യം പറഞ്ഞു? ദേവ് പറ ആദ്യം. പറഞ്ഞു, ഓണസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇംപ്രഷൻ ഇഷ്ടമൊക്കെ പറഞ്ഞു. മറന്നുപോയോ? എൻ്റെ ദൈവമേ. ദേവു ഇതുവരെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാർത്തൂനറിയാവോ? കാർത്തു ഓർമ്മയുണ്ടോ? നല്ല മുടി ഉണ്ടായിരുന്നു ഇവിടം വരെ. ഇത്ര മുടി ഉണ്ടായിരുന്നു. എനിക്ക് മുടി നല്ല ഓർമ്മയുണ്ടായിരുന്നു. എനിക്ക് മുടിയില്ലാത്തതുകൊണ്ട് ഭയങ്കര മുടിയായിരുന്നു. അപ്പം എനിക്ക് മുടിയൊക്കെ ആണല്ലോ ഇങ്ങനെ അസൂയ ഉണ്ടായിരുന്നു. പൊക്കമില്ല. അപ്പം ഞാൻ ഓർത്ത് ദൈവം ചെയ്തിട്ട് പൊക്കമില്ലാതെ ഇനി എന്തെങ്കിലും കുഴപ്പമുള്ള കുട്ടിയാണോന്ന് ചെറുതായിട്ട്. എന്ത് പറഞ്ഞാലും കിലികിലാന്ന് ചിരിക്കാനൊക്കെ തുടങ്ങിയപ്പോൾ ദൈവം ഇതിന് മെൻ്റൽ പ്രശ്നമുണ്ടോ എന്ന് തോന്നിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഇവരെങ്ങനെ സെറ്റായി നോക്കി ചില സമയത്ത് ഡൗട്ടൊക്കെ തോന്നിയായിരുന്നു. കാരണം ഇതൊരു കിലുക്കാമ്പട്ടിയും കുഞ്ഞേട്ടനൊരു സൈലന്റ് പാർട്ടിയൊക്കെ ആയതുകൊണ്ട്. ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ കണ്ടപ്പോൾ ഇവളേതടേ എന്ന് തോന്നി. ഞാൻ ഒരു ദിവസം കയറി വന്നപ്പോൾ അവിടെ മുറിയിലിരിക്കണത്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ച് ഇതാരാ കുഞ്ഞാണ്ട് കൂടെ ഇരിക്കണേ. രണ്ടുപേരും നോക്കുന്നുമില്ല, ഒന്നും മിണ്ടുന്നുമില്ല, ആരും ഒന്നും പറയില്ല. അതേനപ്പോൾ കുഞ്ഞേട്ടൻ പറഞ്ഞു അവൻ്റെ ആള്. അല്ല, വലിയേട്ടൻ പറഞ്ഞു. വലിയേട്ടൻ പറഞ്ഞു. അല്ലാതെ അങ്ങനെ ഇംപ്രഷൻ ഉണ്ടായില്ല. ഓക്കെ, ആരാന്ന് അറിയില്ലല്ലോ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ദൈവന് എന്തെങ്കിലും എന്ത് ചോദിക്കണമെന്നാ? എനിക്ക് തിരിച്ചു പറയാം. ഓക്കെ, നിങ്ങളെ അല്ല, ഫസ്റ്റ് ഇപ്പം ഞാൻ പറയാം. എനിക്ക് ഇവരെ രണ്ടുപേരും കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ഇംപ്രഷൻ എന്നുള്ളത്, ദേവു എൻ്റെ ഓർമ്മ അനുസരിച്ച് ഞാൻ വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ദേവു ഇങ്ങനെ വന്നിട്ട് ദേവു വാസ് ലൈക്ക് ഷീ ലുക്ക്ഡ് അറ്റ് മീ ആൻഡ് ഷീസ് ലൈക്ക് ഒന്ന് ചിരിച്ചു, ജസ്റ്റ് ഒരു വേഗ ചിരി, എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഐ വാസ് ലൈക്ക് ഓ മൈ ഗോഡ്, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്നെ ആർക്കും ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയായിരുന്നു എൻ്റെ ഇത്. ആൻഡ് പിന്നെ കാർത്തു വന്ന് ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ചില്ലാണ്, കൊള്ളാം. ഒരാൾ ചില്ലും മറ്റേ ആൾ കുറച്ച് എന്താ പറയുക, കുറച്ച് ഇതാണ് എന്ന് വിചാരിച്ചു. പിന്നെ ജാടയാണ്. പക്ഷേ അനന്തു എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, കാർത്തു ഈസ് ലൈക്ക് വെരി ഈസി ടു മിങ്കിൾ. പെട്ടെന്നായിരിക്കും അവളിങ്ങനെ മിങ്കിൾ ആവുന്നതൊക്കെ. പക്ഷേ ദേവു എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കുറച്ച് അവൾ അടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. ബട്ട് വൺസ് അടുത്ത് കഴിഞ്ഞാൽ ഷീ വിൽ ബി ലൈക്ക് വെരി കൂൾ. അങ്ങനെയാണ് അവർ രണ്ടുപേരും തമ്മിൽ എക്സ്ട്രീം ഓപ്പോസിറ്റ് ആണ് എന്ന് എന്നോട് പറഞ്ഞു. അനന്തു എന്നോട് പറഞ്ഞത് അതാണ്. എനിക്ക് ഫീൽ ചെയ്തത് ഓൾമോസ്റ്റ് അത് തന്നെയാണ്. പക്ഷേ പിന്നെ അങ്ങോട്ടേക്ക് എനിക്ക് രണ്ടുപേരും നന്നായിട്ട്, കുറച്ചുകൂടി ഞാൻ ദേവുമായിട്ട് പിന്നെ കുറച്ചുകൂടി ഇതായിരുന്നു. കാരണം കാർത്തു പഠിക്കാനൊക്കെ ആയിട്ട് കോട്ടയത്ത് പോയത് കാരണം കൊണ്ട് കല്യാണം കഴിഞ്ഞു. അങ്ങനെ കാർത്തു കുറച്ചുകൂടി കോട്ടയത്തായിരുന്നത് കൊണ്ട് ഞാൻ ദേവുമായിട്ട് പെട്ടെന്ന് സിംഗ്, ഞങ്ങൾ കുറേ മണിക്കൂർ സംസാരിക്കും. പിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾ നല്ല സിങ്കായിരുന്നു. കാർത്തുമായിട്ട് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഡിഫിക്കൽട്ടി വന്നിട്ടേ ഇല്ല. കാർത്തു വാസ് ലൈക്ക് ഫ്രം ദ വെരി ബിഗിനിങ് ഷീ ഈസ് ലൈക്ക് ദാറ്റ്. ഷീ ഈസ് വെരി ഫ്രണ്ട്ലി, വെരി അഗ്രസീവ്, നോട്ട് അഗ്രസീവ്, ഷീ ഈസ് ലൈക്ക് ദാറ്റ്. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം പറയും, അപ്പം അടി ഉണ്ടാക്കും, ആരായിട്ട് വളരെ അടി ഉണ്ടാക്കും. പക്ഷെ പിന്നെ ഞാൻ തന്നെ ഒന്നും അങ്ങനത്തെ ഒരു ഇതാ. ഫസ്റ്റ് ഒരു വല്ലാത്ത ഷോക്കായി പോകും ആദ്യത്തെ അടി. നമ്മൾ അങ്ങനെ വലിയ അടി എനിക്ക് ഉണ്ടായിട്ടില്ല. കുഞ്ഞൊരു തവണ നമ്മുടെ ശ്രീധരൻ്റെ വീട്ടിൽ വെച്ചിട്ടുള്ള ഒരു എനിക്ക് ഭയങ്കര എന്തോ നീ വർത്താനം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അതെന്തോ അങ്ങനെ എന്തോ. പക്ഷേ ഞങ്ങളെന്ന് പറഞ്ഞാൽ സെയിം ഏജാണ് ഓൾമോസ്റ്റ്. ഇവിടെ എന്നൊക്കെ ഒരു വയസ്സ് ഇളയതാ, ദേവു എന്നൊക്കെ ഒരു വയസ്സ് മൂത്തതാ. സോ ഞങ്ങൾ ആ ഒരു ഏജ് ഗ്രൂപ്പ് ആയതുകൊണ്ടായിരിക്കാം നമുക്ക് ഫ്രണ്ട്സ് പോലെയാണ് ഫീൽ ചെയ്യുക. ഒരു നാത്തൂൻ ഫീൽ അങ്ങനെ വന്നിട്ടില്ല. അത് ഞാൻ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് എനിക്കൊരു ഇൻസിഡൻറ്റ് ഓർമ്മയുള്ളത്, കാർത്തു എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എപ്പോഴും അനന്തുവിനോട് കൂടുതൽ അടുത്ത് ഇടപെടുന്നത് അത്ര ഇഷ്ടമല്ലായിരുന്നു. അത് തോന്നലല്ല, ഞാനും ദൈവമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ഇങ്ങനെ എപ്പോഴും ഒരുമിച്ച് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങള് എന്താ പറയാ പണ്ടത്തെ അമ്മമാരുടെ സ്റ്റൈലായിരുന്നു. ഞാൻ അമ്മ വീട്ടിലില്ലല്ലോ, അപ്പൊ ഞങ്ങളാണോ വീട്ടിൽ ആൾക്കാർ. എനിക്ക് നല്ല ഓർമ്മയുള്ളത് ഇവള് സന്തോഷമായിട്ട് റിലേഷനിലായിരുന്നു. അന്ന് ഞങ്ങൾക്ക് അറിയില്ല സന്തോഷമായിട്ട് ഇവള് റിലേഷനിലാണ്.
ആയിരുന്നു എന്ന്. ആ സമയത്ത് ഇവിടെ ഓടി വന്ന് ഞാനും അനന്തവും കമ്പ്യൂട്ടറിൻ്റെ മുന്നിൽ ഇങ്ങനെ ഇരുന്നത് വർത്തമാനം പറഞ്ഞിങ്ങനെ. അപ്പോൾ ഞാനൊരു ഫോട്ടോ എടുത്തോട്ടെ എന്നും പറഞ്ഞു ഇവള് ഓടി വന്നു. അപ്പം എവിടെയാണ് ലുബിന മാൻഷനിൽ വെച്ചിട്ട്. അപ്പോൾ ഇവള് ഓടി വന്നു. അപ്പോൾ ഇവളിങ്ങനെ ഇത് ചെയ്തപ്പോൾ ഞാൻ അനന്തുവിൻ്റെ കഴുത്തിൽ ഇങ്ങനെ പിടിച്ചിട്ടാ. അപ്പം അങ്ങനെ കഴുത്തിലൊന്നും പിടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഇവളെ ഇടയിൽ കയറി വന്നിട്ട് ഓ മൈ ഗോഡ് ഷീസ് ഓക്കെ. അപ്പോൾ എന്താണ് അവൾ ഇച്ചിരി ഓൾഡ് ടൈപ്പ്, അതുകൊണ്ട് നീ ഒന്നും വിചാരിക്കണ്ട, അവൾ അങ്ങനെ കുറച്ച് ഓൾഡാണ്, ഓൾഡ് ടൈപ്പാണ്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇറ്റ് വാസ് ഫണ്ണി. എനിക്ക് ആ ഇൻസിഡന്റ് ഭയങ്കര മെമ്മറബിൾ ആണ്. നമുക്കത് ഒരു ബുദ്ധിമുട്ടല്ല, നമുക്കൊരു എന്താ പറയാ ഒരു ഞാൻ പോസസീവ് അല്ലായിരുന്നു. ഇപ്പം നമ്മുടെ ചേട്ടന്മാരുടെ അടുത്ത് ഇപ്പം ആരും നമ്മളല്ലാതെ വേറൊരാള്, അതിപ്പോൾ എല്ലാ അനിയത്തിമാർക്കും ഉണ്ട്. ഞാൻ പോസസീവ്നെസ്, ഞാൻ ഒരു അമ്മ ടൈപ്പ് ആയിരുന്നു ആ സമയം. അവള് ഭയങ്കര റെസ്പോൺസിബിൾ. ഇവള് ഏറ്റവും ഇളയതാണെങ്കിലും ഉണ്ടല്ലോ വീട്ടിൽ എല്ലാം ഇവളുടെ മേൽനോട്ടത്തിലാണ് നടക്കുന്നത് എന്നുള്ളൊരു ഫീലൊക്കെ എപ്പോഴും ഉണ്ടോ. അത് എല്ലാം എനിക്കറിയാം, പക്ഷെ എന്നാലും ഒരു കുഞ്ഞേട്ടൻ എന്താണ് എന്നെ കുറിച്ച് നിങ്ങളോട് പറഞ്ഞത്? ദേവുപേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞാനൊന്നും പറഞ്ഞില്ല, എന്നെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും പറഞ്ഞിട്ടില്ല, നിന്നോടൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഞാൻ അത്യാവശ്യ ഘട്ടങ്ങൾ മാത്രം സംസാരിക്കുന്ന നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ എന്നുള്ള ഭാഗം ഞാൻ എന്താ പറയാ. അതെ, പറഞ്ഞു ഓവറാക്കി ചളവാക്കണ്ടില്ല. ഞങ്ങൾ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേരിൽ ആർക്കെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ ഞാനും അനന്തും ബ്രേക്കപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്? എനിക്ക് തോന്നിയിട്ടുണ്ട് ബ്രേക്കപ്പ് ആവാൻ ചാൻസ് ഉണ്ടെന്ന്. ബ്രേക്കപ്പ് ഫാമിലി ഇഷ്യൂസ് ബേസ് ചെയ്തിട്ട് മാത്രം, അല്ലാണ്ട് നിങ്ങൾ തമ്മിൽ അങ്ങനെ സ്നേഹക്കുറവൊന്നും തോന്നിയിട്ടില്ല. ഫാമിലി വെച്ചിട്ട് ചിലപ്പോൾ ബ്രേക്കപ്പ് ആയാലോ എന്നൊരു ഫീലിംഗ് ഉണ്ട്. ബ്രേക്കപ്പ് അല്ല, മേ ബി ടൈം എടുക്കും റിലേഷൻ ഇതാവാൻ, അത്ര. അല്ലാതെ നിങ്ങൾ ബ്രേക്കപ്പ് ആവുന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. അത് വഴക്കൊന്നും ഒന്നും കണ്ടിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. വഴക്കിടുന്ന കണ്ടിട്ടില്ലല്ലോ ഞങ്ങള് മാത്രമായിട്ടല്ല. ഞങ്ങള് തോക്കുണ്ടാവുകയാണെങ്കിൽ വി വിൽ ബി ലൈക്ക് വെരി ഇങ്ങനെ പിരിപിരിപിരാന്ന് പറയും. ഞാനും വഴക്കിട്ട വീട് മൊത്തം അറിയും, ദൈവവും വഴക്കിട്ട വീട് മൊത്തം അറിയും. ഞങ്ങള് ഹസ്ബൻഡായിട്ട് വഴക്കിട്ടതിന് വീട് മൊത്തം അറിയും. നിങ്ങളങ്ങനെ ഞങ്ങളുടെ ഇടയിൽ തന്നെ അത് പെട്ടെന്ന് സോൾവ് ആവും. നമ്മുടെ ഇടയിൽ വഴക്ക് നിൽക്കൂല. മേ ബി നിങ്ങൾ കയറും. കുഞ്ഞേട്ടൻ എന്തെങ്കിലും പറയും, ഇത്രയുള്ള ഞാൻ അധികം ഒന്നും കേട്ടിട്ടില്ല. വഴക്ക് നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ ആയിരുന്നല്ലോ, അതിന്റെ ഒരു ക്ലാസ് എന്തായാലും ഉണ്ടാവും. ഫ്രണ്ട്സ് ആയിരിക്കും, പക്ഷേ മെയിൻലി ഞങ്ങളുടെ ഇടയിൽ വഴക്കെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളായിരിക്കും മോസ്റ്റ്ലി. അതാണ്, അല്ലാതെ വലിയ സംഭവങ്ങളല്ല, അഭിപ്രായ വ്യത്യാസങ്ങളാണ്. സോ എൻ്റെ ഐഡിയോളജി ചിലപ്പോൾ അനന്തുവിൻ്റെ ഐഡിയോളജി ആയിട്ട് സെറ്റ് ആയിട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, വി വിൽ ബി ലൈക്ക് ഓക്കെ ഇയാളുടെ ഇഷ്ടം അതാണെങ്കിൽ ഓക്കെ, എൻ്റെ ഒരു ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അവിടെ തീരും, അത് അത്രേ ഉള്ളൂ. അല്ലാതെ വലിയൊരു സംഭവം അങ്ങനെ വന്നിട്ടില്ല. അതാണ് മെയിൻലി. പിന്നെ വാട്ട് ഈസ് ദി ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് തിങ് യു ഫെൽറ്റ് അബൌട്ട് മീ? ആദ്യം എന്റെ നേരാണ് മൈക്ക്. ബെസ്റ്റ് ആൻഡ് വേഴ്സ്റ്റ് അല്ലേ? ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫാമിലിയായിട്ട് ഭയങ്കര എല്ലാവരുമായിട്ടും ഭയങ്കര ഒരു നല്ല എന്താ പറയുക ബോണ്ടിങ്. നല്ലൊരു ബോണ്ടിങ് ആണ്. നല്ല രീതിയിൽ തന്നെ എല്ലാവരോടും മിങ്കിൾ ചെയ്യുന്ന, അത് തന്നെ എല്ലാ കാര്യങ്ങളും നല്ല മനസ്സിലാക്കി. അതിൻ്റെ ഇതിൽ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ പാചകം ചെയ്യില്ല. നമ്മളൊക്കെ ഒരേ കാറ്റഗറി തന്നെയാണല്ലോ. അത് വേസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. അത് നമ്മുടെ ചോയ്സ് ആണ്. പക്ഷെ ക്യാരക്ടറിൽ വേസ്റ്റ് ആയിട്ട് ക്യാരക്ടർ അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്നു, അങ്ങനത്തെ ഒരു ക്യാരക്ടർ. ഭയങ്കര ചിരിയാണ്. എന്തൊരു ചിരി. ഞാൻ എല്ലാത്തിനും ചില സമയത്ത് വീട് മുഴുവൻ നാട്ടുകാർ മുഴുവൻ അറിയിച്ചിരിച്ച ഞാൻ ചിരിച്ചാൽ ഭയങ്കര ശബ്ദമാണ്. അത് മാത്രമല്ല ഞാൻ ചിരിച്ചാൽ നോൺ സ്റ്റോപ്പ് ആണ്. ബേസിക്കലി നോൺ സ്റ്റോപ്പ് ശരിയാണ് എൻ്റെത്. എനിക്ക് ആദ്യമൊക്കെ ദേവു ഞാൻ വെച്ചതൊക്കെ എന്ത് ഷോയാണെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ നോർമലി നമ്മുടെ ഫ്രണ്ട്സിനൊക്കെയാണ് നമ്മൾ ചിരിക്കുമ്പോൾ അത്രയും സൗണ്ട് കൂട്ടിയൊന്നും ആരും ചിരിക്കാറില്ല. നമ്മൾ ഭയങ്കര കോമഡി പറഞ്ഞാൽ ചിരിച്ച് കൈയൊക്കെ പൊത്തി ചിരിക്കും, നല്ല ഫണ്ണുണ്ടാവും. പക്ഷെ എന്താ സൗണ്ട് ആരും കൂട്ടി ചിരിക്കത്തില്ല. അപ്പൊ നമ്മൾ ഞാനോർത്ത് ഇങ്ങനെ ഉണ്ടാക്കി ചിരിക്കണാണോ, മറ്റുള്ളവരെ കേൾപ്പിക്കാൻ വേണ്ടി ചിരിക്കണാണോ, അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. അല്ല, വേഴ്സ്റ്റായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല ക്യാരക്ടറിൽ. അങ്ങനെ ഓക്കെ ഇല്ല, ഒന്നുമില്ല. നീ ആണല്ലേ
നീ തീർത്തും ഞാൻ വേണേ പറയാം. ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആയിട്ട്, എല്ലാ കാര്യങ്ങളും ഇൻവോൾവ് ആവാറില്ല. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇൻവോൾവ് ആവാറുള്ളൂ. അത് വേറെ കാര്യം. ഇപ്പോൾ എനിക്കിഷ്ടം ഈ ഉണ്ടാക്കുന്ന ക്രാഫ്റ്റ് വർക്കിൽ ഹെൽന ഏറ്റവും ബെസ്റ്റാണ്. പറയട്ടെ, ക്രാഫ്റ്റ് വർക്കിൽ ഹെൽന ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം ടോപ്പ് മോസ്റ്റ്, ഏറ്റവും ബെസ്റ്റാണ്. അതൊരു ബിസിനസ് ആക്കാനും എല്ലാം ബെസ്റ്റ്, പറഞ്ഞോ ബിസിനസ് ആക്കാനും എല്ലാം ഹെൽനയ്ക്ക് പറ്റും. അത് നല്ല ഇതാണ്. പിന്നെ വേസ്റ്റ് ഉണ്ട്, ചുമ്മാ ആവശ്യമില്ലാത്ത എല്ലാവർക്കും സംഭാഷണത്തിലും കയറി ഇടപെടും. അതാണ് വേസ്റ്റ്. എന്നുവെച്ചാ നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മൾ സെലക്റ്റീവ് ആവും. ഞാനും അങ്ങനെ എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ടു. സംസാരിക്കുന്ന കാര്യത്തിൽ നമ്മൾ കുറച്ച് സെലക്റ്റീവ് ആയിരുന്നു. ചില കാര്യങ്ങൾ ഇടപെടാൻ ആവശ്യമില്ല, ചില കാര്യങ്ങൾ ഇടപെടാം. അപ്പം നമ്മൾ കുറച്ച് സെലക്റ്റീവായിട്ട് നമ്മൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ ചില കാര്യങ്ങൾ മാത്രം ഇടപെടുക, ചില കാര്യങ്ങൾ അവരെന്തെങ്കിലും കാണിക്കട്ടെ വെച്ചാൽ ഒഴിവാക്കിയിടുക. നമ്മൾ കുറച്ച് വലുതാ മെച്ചേർഡ് ആകുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നൊരു കാര്യം. അപ്പം അത് വേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ചിരിയും കുഴപ്പമൊന്നുമില്ല. ആദ്യമൊക്കെ എനിക്ക് വേസ്റ്റ് ആയിരുന്നു, പിന്നെ എനിക്ക് മനസ്സിലായി അതങ്ങനെയാണെന്ന്. പിന്നെ അത് ഞാൻ ഒഴിവാക്കി. പണ്ട് ഇച്ചു വലിയമ്മയുടെ അടുത്ത് പോകാൻ എന്നെ ഷൂട്ട് ചെയ്തോട്ടെ പ്ലീസ്. ഫസ്റ്റ് എനിക്ക് ഓർമ്മയുണ്ട്, കാർത്തു എന്നോട് ചോദിക്കുന്നു, നീ എന്താ കുഞ്ഞേണ്ണ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാൻ, നീ കുഞ്ഞേണ്ണ അത് ചെയ്ത് കൊടുക്കുക, കുഞ്ഞേണ്ണ ഇത് ചെയ്ത് കൊടുക്കുക, അങ്ങനെ എപ്പോഴും എന്നോട് പറയുന്ന ഒരാളായിരുന്നു കാർത്തു. ഷീസ് ലൈക്ക് അവളങ്ങനെയാണ്. അവൾ വീട്ടിലുള്ള എല്ലാവർക്കും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അവൾക്ക് പറ്റുന്ന പോലെ അവൾ പെർഫെക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ലൈക്ക് ഈ ഫുഡ് കാര്യങ്ങളെല്ലാം അവൾ ആരും ഉണ്ടാക്കിയില്ലെങ്കിൽ അവൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി അറ്റ്ലീസ്റ്റ് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാവും വീട്ടിൽ. അങ്ങനത്തെ ഒരു രീതിയിലാണ് എന്തെങ്കിലുമൊക്കെ സെറ്റാക്കി വെക്കും. പക്ഷേ ഞാനെന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് ഈവൻ കെയർ ഈവൻ അബൌട്ട് അനന്ത് കഴിച്ചോ അനന്ത് കുടിച്ചോ അങ്ങനെ ഒരു കെയറുള്ള ആളല്ല ഞാൻ. ലൈക്ക് ഞാൻ ശ്രദ്ധിക്കും, പക്ഷേ ഇങ്ങനെ ഒബ്സസ്ഡ് അല്ല. ഞാനത് ഭയങ്കര ഒരു സംഭവമായിട്ട് എടുത്തിട്ടില്ല. അനന്ത് ഗ്രോണപ്പ് അല്ലേ, അനന്തൊരു ശ്രദ്ധിക്കാമല്ലോ. ഐ ഹാവ് ടു ലൈക്ക് കോൺസ്റ്റൻ്റ്ലി ടെൽ ഹിം യു ഹാവ് ടു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണെന്നുള്ളത് എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പം ഞാനത് കേൾക്കില്ല. അപ്പോൾ ഒരു തവണ എന്തോ ഞാൻ കൊടുത്ത ഫുഡ് അത് ഫ്രിഡ്ജിൽ എന്തോ വെച്ച് ചൂടാക്കിയ ഫുഡായിരുന്നു. അല്ല അത് എന്തോ ഒരു പ്രശ്നമൊക്കെ ആയിരുന്നു. ഫുഡ് പോയ്സൺ അടിച്ച് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നായിരുന്നു. കാർത്തിലേക്ക് എല്ലാം എന്താ ഇങ്ങനെ എന്നെ ഓരോ വഴക്കൊക്കെ പറയും. അവളങ്ങനെയാണ്. ഈവൻ എൻ്റെ അമ്മ അങ്ങനെ തന്നെയാണ്. സോ ഷീസ് ലൈക്ക് ദാറ്റ്. അതാണ് ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു, കാർത്തു എന്തിനാ എന്നെ ഇപ്പോഴും ഇങ്ങനെ ഇത് ചെയ്യണത്. അപ്പം ഞാൻ ഇവളുടെ അടുത്ത് തന്നെ പറയും, ഞാനല്ലല്ലോ അനന്തു ഇസ് ലൈക്ക് അനന്തു ഇസ് എ ഗ്രോൺ അപ്പ്, ഹി ഹാസ് ടു തിങ്ക് അബൌട്ട് ഹിംസെൽഫ്. അങ്ങനെയല്ലേ ഞാൻ കല്യാണം കഴിച്ച അതിന് വേണ്ടിയാണോ എന്നൊക്കെ ഞാൻ ചോദിക്കാം. സോ എനിക്ക് അത് ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. കാത്തു ഈസ് ലൈക്ക് വെരി ഓൾഡ് സ്കൂൾ സംടൈംസ്. പക്ഷേ ഇപ്പോൾ കുറേ ബെറ്റർ ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ അവൾ കുറച്ച് ബുദ്ധി വെച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് തോന്നുന്നുണ്ട്. കുറച്ച് കാർത്തുവിൻ്റെ ഒരു വേഴ്സ്റ്റ് തിങ് എനിക്ക് തോന്നിയത് ഫസ്റ്റ് പറയാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാർത്തു പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷെ അവൾ സംസാരിക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഷീ കെയർസ് വെദർ അതർ പേഴ്സൺ ഗെറ്റ്സ് ഹർട്ട് ഓർ നോട്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അവളോട് എന്തെങ്കിലും പറയുമ്പോൾ നമ്മൾ ഭയങ്കര കെയർഫുൾ ആയിരിക്കണം, ബിക്കോസ് ഷീ ഈസിലി ഗെറ്റ് ഹർട്ട്സ്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു നെഗറ്റീവ്. പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ ഷീ ടേക്ക് കെയർ ഓഫ് ദ ഫാമിലി വെരി വെൽ. എല്ലാവർക്കും വേണ്ടിയുള്ള എന്തെങ്കിലും അവൾ ചെയ്യും. അവൾ എപ്പോഴും അവളുടെ കാര്യം പോലും മാറ്റി വെച്ചിട്ട് അവൾ സാക്രിഫൈസ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഇപ്പം അവളോടാണ് ഈസിലി എല്ലാവരും ചോദിക്കുന്നത്, നിനക്കത് ചെയ്തുകൂടെ, അല്ലെങ്കിൽ നിനക്കത് ആക്കിക്കൂടെ. ഇപ്പോൾ അമ്മയാണെങ്കിൽ പോലും അവളുടെ അടുത്ത് പറയും, നിനക്കത് ചെയ്ത് വെച്ചിട്ട് പൊക്കൂടെ എന്ന് ചോദിക്കും. അതെന്ന് വെച്ചാൽ കാർത്തു അത് ചെയ്യും. കാർത്തുവിനോട് പറഞ്ഞാൽ അവൾ കേൾക്കും എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ ദേവുവിൻ്റെ കാര്യത്തിലുള്ള ദേവുവിൻ്റെ നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദേവു ബേസിക്കലി പറഞ്ഞാൽ അവൾ പെട്ടെന്ന് ഡൗൺ ആകുന്ന ഒരാളാണ്. ഇപ്പോൾ അവളെ മോട്ടിവേറ്റ് ആക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഈവൻ അവളൊരു സ്ലൈറ്റസ്റ്റ് പോസിബിൾ വേയിലൊന്ന് മോട്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ആ ദൂരെ കൂടെ പറമ്പിൽ കൂടെ ആരെങ്കിലും ദേവുവിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ മതി, ദേവു വിൽ ബി ലൈക്ക് ഓക്കെ ഞാൻ ഇനി അത് ചെയ്യുന്നില്ല, വിട്ട് അത് പോയി. അങ്ങനെയാണ്. ഷീസ് ലൈക്ക് ദാറ്റ്. അവൾ പിന്നെ അത് തിരിഞ്ഞു നോക്കില്ല എന്ത് കാര്യമാണെങ്കിലും. അവളങ്ങനെയാണ്. പിന്നെ ഗുഡ് തിങ് എന്താന്ന് പറഞ്ഞാൽ ദേവു ഭയങ്കര എന്താ പറയുക കൺസേൺഡ് ആണ്, പക്ഷേ അത് പുറത്ത് കാണിക്കില്ല. ഷീസ് ലൈക്ക് ഷീ ഓൾവേസ് തിങ്ക് അബൌട്ട് പീപ്പിൾ, ബട്ട് അത് ഉള്ളിൽ വെച്ച് ഇരിക്കും, അത് പുറത്ത് കാണിക്കില്ല. പക്ഷെ അടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നന്നായിട്ട് അടുക്കണം, എന്നാൽ മാത്രമേ അവളുടെ ആ ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട്, അവൾ കെയർ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണെന്ന് മനസ്സിലാവുള്ളൂ. പക്ഷേ ഇറ്റ് ടേക്സ് ടൈം. ആൻഡ് അങ്ങനെ സ്നേഹിച്ച് കഴിഞ്ഞാൽ
ഷി വിൽ ബി ലൈക്ക് ഷി വിൽ ഡു എനിത്തിങ് ഫോർ ദം, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ഞാൻ അനന്തുവിന് ഗുഡല്ല, അല്ലെ അനന്തുവിന് എന്നെക്കാളും ബെറ്റർ ആയിട്ടൊരു ആളെ കിട്ടും എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ലൈക്ക് ഡെഫിനറ്റ്ലി. അയ്യോ സോറി, എന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് ബെറ്റർ കിട്ടുമായിരുന്നു, കുഞ്ഞാണ്ട എന്തിനേക്കാളും ബെറ്റർ കിട്ടുമെന്ന് തോന്നുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ സൊസൈറ്റിയിൽ ക്യാമറമാനായിട്ട് ഇരിക്കുക. ഇന്ന് ഞങ്ങളുടെ നാത്തൂൻ ഡോഗ്സ് ആണ്. അതെ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. കാരണം പിന്നെ ഒരു ഇതിൽ മാത്രം ഇപ്പം ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ല എന്നുള്ളൊരൊറ്റ കാര്യത്തിൽ മാത്രം ഒരു ചെറിയത്. പക്ഷെ ഇപ്പോൾ ഹെലിന് ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. അതുകൊണ്ട് അത് പോയി. നിങ്ങൾക്ക് ഇല്ല, ഹെലിനക്ക് ഇതിനേക്കാളും നല്ല ആളെ കിട്ടുമെന്ന് തോന്നിയിട്ടില്ല. ഇല്ല നല്ല ആളെന്ന് ഉദ്ദേശിച്ചത് അനന്തു. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ തന്നെ തിരിച്ച് അനന്തു ഇല്ല, ഞാനാണ് അനന്തുവിനെ പ്രപ്പോസ് ചെയ്തത്. ആൻഡ് എനിക്ക് അനന്തുവിനെ അത്രയും അനന്തുവിൻ്റെ ക്യാരക്ടർ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഇപ്പോഴും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ലൈക്ക് ഹീ ഈസ് ദ ബെസ്റ്റ് തിങ് ഹാപ്പൺ ടു മീ. അത് ഞാൻ എപ്പോഴും പറയും. ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അനന്തു ചോദിച്ച ചോദ്യം, ക്യാമറാമാൻ ആണെങ്കിൽ ഞാനത് പരിഗണിച്ചിരിക്കുന്നു. നാത്തൂന്മാർ ഞാൻ ബ്ലെസ്ഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക് ഇവരെ രണ്ടുപേരും കിട്ടിയതിൽ. ബിക്കോസ് എനിക്ക് ഒരാളും കൂടി ഉണ്ട് കേട്ടോ, നാത്തൂൻ. വിയയും എൻ്റെ നാത്തൂനാണ്. പക്ഷേ ഇപ്പോൾ ഇവർ രണ്ടുപേരും ഉള്ളത് കൊണ്ടാണ് എനിക്ക് 3 പേരുടെ കാര്യത്തിലും എനിക്കത് ഈക്വലി ഇതാണ്. ഞാൻ ബ്ലെസ്ഡ് ആണ് ടു ഹാവ് ദം. ബിക്കോസ് ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് നാത്തൂൻ പോരൻ്റെയും ഇങ്ങനത്തെ കഥ. എനിക്കിതുവരെ അത് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. ഇല്ല, ലൈക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ അനിയത്തിയും തമ്മിൽ ഒരുപാട് വഴക്കിടും, പിണങ്ങും, അടിയുണ്ടാക്കും. അത്രയും അതുപോലെ അതിനേക്കാളും ഇറ്റ്സ് ലൈക്ക് ദാറ്റ്. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ചേച്ചിനൊക്കെ ആണെങ്കിൽ അവർ തമ്മിൽ ജെനുവിൻ റിലേഷൻ അല്ലാന്ന് വേണമെങ്കിൽ ഞാൻ പറയും. കാരണം അടി ഉണ്ടാക്കിയുള്ള ഒരു ബോണ്ടിങ് ഉണ്ടാവുള്ളൂ ഇത് ഉള്ളിൽ. അതുകൊണ്ട് നമ്മളിങ്ങനെ എന്താ പറയുക, ഒരു ഉൾപോരോ അല്ലെങ്കിൽ കുത്തിത്തിരിപ്പൊന്നും ഞങ്ങളുടെ ഇടയിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല. വി ആർ ലൈക്ക് വഴക്കിട്ട് സംസാരിച്ചത് തീർക്കും. അതങ്ങനെയാണ്. ദയവായിട്ട് നമ്മൾ തമ്മിൽ വഴക്കിട്ടിട്ടില്ലെന്ന് തോന്നല്ലേ? അങ്ങനെ അമ്മയുടെ മേത്ത് ഞങ്ങൾ തമ്മിൽ ആകെ ഒരു തവണ വഴക്കിട്ടിട്ടുള്ളൂ. അത് ഞാൻ അമ്മയുടെ മകത്ത് കയറി കിടന്നപ്പോൾ ദേവ് പറഞ്ഞു എൻ്റെ അമ്മയുടെ മേത്തൊന്നും മാറുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ എന്താ കിടന്നാല്, ദേവ് കിടക്കുന്നുണ്ടല്ലോ, പിന്നെന്താ എനിക്ക് കിടന്നാലെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു തവണ അടിയായിട്ടുണ്ട്. ജസ്റ്റ് ലൈക്ക് സിബ്ലിങ്സ്. ഞാൻ പോയി കരഞ്ഞു. എനിക്കത് ഭയങ്കര വിഷമമായി. അത് ലോക്ക്ഡൗൺ സമയത്തായിരുന്നു. ലോക്ക്ഡൗൺ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ക്രേസി. ഞാൻ എല്ലാവരോടും വഴക്കിടുമായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്ന് എല്ലാവരുടെ അടുത്തും ഞാൻ വഴക്കിട്ടിട്ടുണ്ട് ആ സമയത്ത്. നിങ്ങളുടെ ഫാമിലിക്ക് ഞാൻ വന്നതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ഡിഫറൻസ് ആണ് ഫീൽ ചെയ്തിട്ടുള്ളത്? എനി ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ലൈക്ക് എന്ത് ഡിഫറൻസ്? ഫാമിലിയിൽ ഒരാളും കൂടി വന്നു, നമ്പർ കൂടി. എന്തെങ്കിലും ചേഞ്ച്, ലൈക്ക് ഈവൻ കുഞ്ഞേട്ടൻ്റെ ക്യാരക്ടറിലാണെങ്കിലോ എന്തെങ്കിലും? ഒരിക്കലും ഇല്ല കുഞ്ഞേട്ടൻ്റെ ക്യാരക്ടറിൽ. ഇനി ഞാൻ നിങ്ങളെ രണ്ടുപേരും പറയാം, നിങ്ങൾ എന്നെയും പറയണം. 3 വേർഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യണം. 3 വേർഡ്സിൽ. സ്മാർട്ട്, ഒരെണ്ണം. ഡിസ്റ്റർബൻസ്, പിന്നെ ഇതെന്താ പറയാ, എഫിഷ്യൻറ്റ്, ഫിനാൻഷ്യലി കേപ്പബിൾ. ഇനി നീ പറ. തപ്പട്ടെ എവിടെ? ക്രിയേറ്റീവ് ആണ്. ക്രിയേറ്റീവിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യും. മറ്റേ പേപ്പർ വെച്ച് സാധനം എല്ലാം ക്രാഫ്റ്റിൽ ഉൾപ്പെടും. അങ്ങനത്തെ കുറേ കാര്യങ്ങളായാലും ശരി, ഒരുപാട് ഇന്നോവേറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ, പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യും. ഫുഡ് ഐറ്റംസ്, ഫിനാൻസ് മാനേജർ, ഫിനാൻസ് സേവിങ്സ് ഒക്കെ അത്യാവശ്യം നമ്മുടെ കയ്യിൽ പൈസ ഏതൊക്കെ രീതിയിൽ സേവ് ചെയ്യണം, എങ്ങനെ ഇത് ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മളും പഠിക്കേണ്ട ഒരു കാര്യമാണ്. കോൺഫിഡൻറ്റ് എല്ലാം നല്ലത് തന്നെ പറയണമെന്നില്ല. ചീത്തവും പറയാം. ഭയങ്കര ഇങ്ങനെ ചിരി. എപ്പോഴും നിനക്ക് ചിരി മാത്രമേ പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. പ്രശ്നമല്ല, ഭയങ്കര ടോക്കറ്റീവാണ്. ഇപ്പൊ നമ്മുടെ കാസ്റ്റിംഗ് വീട്ടിൽ വന്നിട്ട് ഇതുപോലെ ഭയങ്കര ഒച്ചപ്പാടല്ലേ അഞ്ജലി?
ആ ഓക്കെ. ലൈക്ക് അവരുടെ ഇപ്പോഴത്തെ ഒരു 20-25 വയസ്സുള്ള പിള്ളേർ ഭയങ്കര ടോക്കറ്റീവ് അല്ല, അവര് ഇങ്ങനെ കലപില സംസാരിക്കും, ചിരിയാതെ തള്ളച്ചീങ്ങനെ ഇടുന്ന വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു അത്ഭുതം തന്നെ. ഞാൻ ഭയങ്കര ഡിഫറെന്റ് ആണ്. എനിക്ക് ഭയങ്കര ഒച്ചപ്പാട് കാര്യങ്ങൾ ഇഷ്ടമുള്ള ആളാണ് പണ്ട് മുതൽ. അങ്ങനെ ശീലമായതുകൊണ്ട് പിന്നെ ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഏറ്റവും വലിയ കമ്പാനിയൻ ആരാണെന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചു ആണെന്നേ പറയുള്ളൂ. ബിക്കോസ് ഞാൻ അവൻ്റെ ഏജിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരാളാണ്. ഞാൻ അവനെ പോലെ സംസാരിക്കും, അവനെ പോലെ കൊഞ്ചും, എല്ലാം ഞാൻ ചെയ്യും. ലൈക്ക് ഈവൻ അനന്തും ഇപ്പോൾ ഏറ്റവും കൂടുതൽ സഹിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ലൈക്ക് ഐ ടോക്ക് ലൈക്ക് ഇച്ചു ഇപ്പോൾ കുറേ ദിവസമായിട്ട്. എൻ്റെ അമ്മയും അന്നയും പറഞ്ഞു ഇത് ശരിക്കും പ്രശ്നമാകും, നീ ഇനി ഇത് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ എന്ന്. അങ്ങനത്തെ ഒരു അവസ്ഥയിലെത്തി. ബിക്കോസ് എൻ്റെ നോർമൽ വേയിൽ ഞാൻ അങ്ങനെ സംസാരിക്കാനായിട്ട് തുടങ്ങി. അപ്പം ഞാനും കുറച്ച് കൺട്രോൾ ചെയ്തു. കാരണം ഇച്ചുവിനെ ഇമിറ്റേറ്റ് ചെയ്ത് അവസാനം അതിൻ്റെ സ്വന്തം ഭാഷയായിട്ട് മാറാൻ തുടങ്ങി. ഇവരെക്കുറിച്ച് എനിക്ക് 3 വേർഡ്സിൽ പറയാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോത്ത് ആർ ലൈക്ക് റിലയബിൾ. എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരോട് എടാ അത് ചെയ്യാവോ, അല്ലെങ്കിൽ റിലയബിൾ ആണ് രണ്ടുപേരും. ദെൻ കാർത്തു ഈസ് ഔട്ട് സ്പോക്കൺ ആണ് കാർത്തു ഭയങ്കര. പിന്നെ 3ാമത്തെ വേർഡ് കാർത്തുവിനെ കുറിച്ച് കാർത്തുവിനെ കുറിച്ച് വേറെ ഒരു സംഭവം എന്താണ് എനിക്ക് പറയാനുള്ളത്. ഫാമിലി മാനേജിങ് ഭയങ്കര നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്. ഓൾവേസ് ബി പ്രൊഡക്റ്റീവ്. ഷീ ഈസ് വെരി പ്രൊഡക്റ്റീവ് പേഴ്സൺ. എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ചെയ്ത് ഇരിക്കും, അങ്ങനത്തെ ഒരാളാണ്. എനിക്ക് പണിയില്ല. ദേവുവിനെ കുറിച്ച് പറയാനുള്ളത് അതാണ് ദേവുവിന്റെ നെഗറ്റീവ്. എനിക്ക് തോന്നുന്നു കാർത്തു കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം. ദേവു ഇസ് ലൈക്ക് ഭയങ്കര മടിയാണ്, അതാണ് അവളുടെ കോളേജിൽ പോയ സമയത്ത് അവൾ ചെയ്യണ്ടേ. ദേവന് മടി ഭയങ്കരമാണ്. സോ ഷീസ് ലേസി ലേസിയാണ്. സംടൈംസ് നമുക്ക് ആ ലേസിനെസ് ഇഷ്ടപ്പെടും. ആൻഡ് ഷീസ് വെരി കാം. നമ്മളിപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കാർത്തുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇപ്പം സംസാരിച്ചിട്ടോ വഴക്കിട്ടോ അത്രയും പോലും ഞാൻ ദേവുമായിട്ട് വഴക്കിട്ടിട്ടോ ഒന്നും ചെയ്തിട്ടില്ല. അതായത് ഞാൻ കല്യാണം കഴിയുന്നതിന് മുന്നേ തൊട്ട് എനിക്ക് ഇവരെ വർഷങ്ങളായിട്ട് അറിയാം. അപ്പം എനിക്ക് തോന്നുന്നു 8 ഇയേഴ്സോളമായി. ഞാൻ അനന്തുവിനെ അറിയുന്ന അന്ന് തൊട്ട് എനിക്ക് ഇവരെ രണ്ടുപേരെ അറിയാം. സോ ഇത്രയും വർഷത്തിൻ്റെ ഇടയ്ക്ക് ഞാനും ദേവുവും തമ്മിൽ അങ്ങനെ ഒരു വഴക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ ഞാൻ ഇവളുടെ കാര്യത്തിൽ എല്ലാം ഇടപെടും. ഇവളുടെ കാര്യത്തിൽ എല്ലാത്തിലും ഞാൻ കയറി സംസാരിക്കും. ഇവളെ ഞാൻ ഉപദേശിച്ച് വെറുപ്പിക്കും, എല്ലാം ഞാൻ ചെയ്യാറുണ്ട്. ലൈക്ക് എല്ലായ്പ്പോഴും ഞാൻ ഇവളെ ഉപദേശിച്ച് വെറുപ്പിക്കാറുണ്ട്. പക്ഷേ ഇവൾ ഒരിക്കൽ പോലും ഹെൽന മതി എൻ്റെ കാര്യത്തിൽ ഹെൽന ഇടപെടണ്ടെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ആൻഡ് ഷീ ഓൾവേസ് ലിസൺ ടു മീ ആൻഡ് ഷീ ഈസ് എ ഗുഡ് ലിസണർ. ഐ ഡോണ്ട് നോ വെദർ ഷീ ഞാൻ പറയത്തില്ല അവളെല്ലാം അഡാപ്റ്റ് അക്സെപ്റ്റ് ചെയ്യും നമ്മൾ പറയണതല്ല, അങ്ങനെ ഞാൻ പറയില്ല. ബട്ട് ഷീ ഓൾവേസ് എ ഗുഡ് ലിസണർ. അവൾ കേൾക്കും, അവളിങ്ങനെ ഒഫൻഡ് ചെയ്യുന്ന ഒരു ടൈപ്പ് അല്ല. ഒഫൻഡ് ചെയ്യാറില്ലല്ലേ? അയ്യോ ഇനി ഇവന് തമ്മിൽ അടിയാണ് അവളുടെ കാര്യം. ഇല്ല ഞാൻ പറഞ്ഞത് ശരിയെന്ന് പറഞ്ഞാൽ അവള് ഇവളുടെ അടുക്ക ഒരു കാര്യം പറഞ്ഞു കൊടുക്കുന്നതിൽ ഒരു പോയിന്റ് ഇല്ലാന്ന് ഞങ്ങൾ ചിലപ്പോൾ പറയാറുണ്ട്. ഞാൻ മുന്നേ കൂട്ടി ചിന്തിച്ചിട്ടുണ്ടാവും. ഞാൻ മുന്നേ കൂട്ടി കാൽക്കുലേറ്റ് വെച്ചിട്ടുണ്ടാവും. അപ്പുറത്തേക്ക് ഞാൻ സമ്മതിച്ചു തരില്ല. അതെ, അതെനിക്കറിയാം, ഐ നോ ദാറ്റ്. പക്ഷെ അതല്ലാതെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തുമില്ല. ഞാനൊരു സജഷന് വേണ്ടി ഇങ്ങോട്ട് ചോദിക്കുന്നതാണ്. അതിന് മാത്രം പറഞ്ഞാൽ മതി. കൂടുതൽ പറഞ്ഞാൽ അത് ഇമ്പോസ് ചെയ്യാൻ നോക്കുമ്പോൾ അവിടെ അടിയാം. ഇനിയിപ്പോൾ ഞാൻ എന്നെ കുറിച്ചല്ല ചോദിക്കുന്നത്, ഞാൻ നിങ്ങൾ രണ്ടുപേരും ആസ് മൈ സിസ്റ്റർ ഇൻ ലോ ആണ് ചോദിക്കുന്നത്. അല്ലല്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് യു ഗൈസ്, ഇറ്റ്സ് നോട്ട് അബൌട്ട് മീ, ഇറ്റ്സ് അബൌട്ട് അനന്തു മേ ബി വൈഫായി ഞാൻ അറിയാത്ത എന്തെങ്കിലും ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തിങ്, പഴയതായിരിക്കാം, ചിലപ്പോൾ പാസ്റ്റിലുള്ളതായിരിക്കാം, പക്ഷെ കുഞ്ഞേട്ടൻ ഇങ്ങനെ ആയിരുന്നു, ഹെൽനയ്ക്ക് പോലും ചിലപ്പോൾ അറിയുണ്ടാവില്ല എന്ന് പറയുന്ന എന്തെങ്കിലും ഒരു ക്യാരക്ടർ ഉണ്ടോ? നിങ്ങൾ പറഞ്ഞോ. കുഞ്ഞേട്ടൻ ബേസിക് നേച്ചർ നമുക്ക് അറിയാമല്ലോ. ഉന്നത ഭയങ്കര കാമൻ കോയിട്ടാണ്. മറ്റൊരാളെ ഏറ്റവും നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും. അപ്പോൾ അതെനിക്ക് ഇഷ്ടമാണ്. സംടൈംസ് വല്ലതിനേക്കാളും കംഫർട്ടബിൾ എനിക്ക് കുഞ്ഞേട്ടൻ തന്നെയാണ്. പിന്നെ വല്ലതും ബിസി ആയതുകൊണ്ടാട്ടോ. ഇപ്പം വല്യേട്ടനായിട്ട് തല്ല് പിടിക്കാനും നല്ലത് കുഞ്ഞേട്ടനാണ്. അയ്യോ ഞാൻ കാരണം കുഞ്ഞേട്ടൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. ഞാനും സങ്കടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞേട്ടൻ എനിക്ക് മനസ്സിലായത് കുഞ്ഞേട്ടൻ ഇത്രയുള്ള ഭാവമാണെന്ന്. അതല്ലാതെ അറിയാത്ത പല രഹസ്യങ്ങളും എന്താ കുഞ്ഞേട്ടന് തോന്നിയിട്ടില്ല.
ഈസ് ലൈക്ക് വെരി ക്ലോസ്ഡ് ബുക്ക് അല്ലേ, അധികം ഒന്നും സംസാരിക്കില്ല. ബി ലൈക്ക് നിനക്കറിയായിരിക്കും ചിലപ്പോൾ ഞങ്ങൾക്ക് അറിയാത്ത പല കാര്യങ്ങളും. ഓഫ് കോഴ്സ്. ഓക്കെ, നിനക്കോ എന്തെങ്കിലും? നിങ്ങൾ രണ്ടുപേരും ഞാൻ ഉണ്ടെങ്കിൽ സംടൈംസ് ചെയ്യാത്തൊരു കാര്യം, ലൈക്ക് എൻ്റെ പ്രസൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം ചെയ്യണ്ടെന്ന് വിചാരിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? കുഞ്ഞാട്ടൻ്റെ കാര്യങ്ങൾ. എന്ത്? ചായ കൊടുക്കുന്നു, ഫുഡ് കൊടുക്കുന്നു, അതൊന്നും ഞങ്ങൾ ഇല്ലേ ഹെൽത്തി ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാറില്ലേ? പക്ഷെ ഞാൻ വീട്ടിൽ പണ്ട് ഞാൻ 2 പേർക്കും കൊടുത്തോണ്ടിരുന്നയാ. ഇനി അവള് തന്നെ ചേട്ടാ ഫുഡ് ഉണ്ടാക്കി. ഞാൻ ചായ ഉണ്ടാക്കുമ്പോ ഞാൻ നല്ല കടുപ്പത്തിലും അത്യാവശ്യം മധുരമൊക്കെ അല്ലേ, അപ്പൊ കുഞ്ഞേട്ടൻ്റെ വേണ്ട കടുപ്പൊക്കെ എന്നൊക്കെയല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് ഞാൻ ചായ പരിപാടി ഞാൻ ചെയ്യാറില്ല. എനിത്തിങ് എൽസ് ലൈക്ക് കുഞ്ഞേട്ടൻ്റെ കാര്യങ്ങൾ നോക്കുന്ന അല്ലാതെ വേറെ എന്തെങ്കിലും ലൈക്ക് ഓക്കെ ഹെൽന ഉള്ളതുകൊണ്ട് എന്നാ പിന്നെ ചെയ്യണ്ട അങ്ങനെ വിചാരിച്ചിട്ടുള്ള എന്തെങ്കിലും ഉണ്ട്? അതിനുള്ള അവസരം നീ ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഈ വീട്ടിലെല്ലാവർക്കും എപ്പോഴും ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് നിന്റെ വീട്ടിൽ വരുമ്പോ അല്ലാതെ. ഓ ഫുഡ് സോറി, അത് ഞാൻ അല്ല വേണ്ട, തുണി അലക്കിയാൽ മതി. അല്ല വേണ്ട, എന്തെങ്കിലും ചെയ്താൽ മതി. തുണി പാത്രം കഴുകി അടിച്ചു വാരി എന്തെങ്കിലും മതി. ചോദിച്ചു മേടിച്ചിട്ടാ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം കഴുകി വൃത്തിയാക്കി ഇടും. ഞാൻ വന്നിട്ട് എല്ലാ പാത്രവും പിന്നെ ഇടും. ശരി. ഞാൻ എനിക്ക് ഇല്ല, എനിക്ക് പെട്ടെന്ന് കഴുകുകയല്ല. എനിക്ക് കൂട്ടി ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ അതുകൊണ്ട് ഒരു പാത്രം അവിടെ ഇപ്പം സിങ്കിൽ ഒരു പാത്രവും ഇല്ലെങ്കിൽ ഞാൻ എടുത്ത പാത്രം കഴുകി വെക്കും. പക്ഷേ നമ്മളുടെ വീട്ടിൽ ഇവിടെ ഫാമിലി ഹൗസിൽ മെയിൻലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാത്രം കൂട്ടിയിടും. അപ്പം എനിക്ക് ഇഷ്ടമല്ല, നോക്കൂല. അതിപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാനൊരു ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പാത്രങ്ങളൊക്കെ എടുത്ത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല പിന്നെ ക്ലീനിങ്. അത് അനന്തുവാ ചെയ്യുന്നത്. അനന്തു ചെയ്തേ പറ്റുള്ളൂ. കാരണം ഇറ്റ്സ് ലൈക്ക് ഞാൻ ഭയങ്കര എക്സോസ്റ്റഡ് ആകും. കുക്കിങ്ങിന് അനന്തു എന്നെ ഹെൽപ്പ് ചെയ്യില്ല എന്നല്ല, കുക്കിങ്ങിനും അനന്തു എന്നെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ വലിയ പാത്രങ്ങൾ കഴുകുന്ന പിടിക്കുന്ന കാര്യം എന്നെ കൊണ്ട് പറ്റൂല. പക്ഷെ അതൊക്കെ കുഞ്ഞാട്ടൻ സപ്പോർട്ട് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഞങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത്. നിനക്ക് തോന്നിയിട്ടുണ്ടോ എനിക്കറിയില്ല. ഞങ്ങളുടെ ഭർത്താവിൻ്റെ അടുത്ത് അതിൻ്റെ ഒരു സന്തോഷമായിട്ട് എന്താ പറയുക, അങ്ങനെ ഒരു ഇതുപോലും ഇല്ല. എന്നുവെച്ചാൽ ചിലപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ മാത്രമായിട്ട് താമസിക്കുമ്പോൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും. അങ്ങനത്തെ ഒരു അവസരം ഉണ്ടായിട്ടില്ല ഒരുപാട്. പണ്ട് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അങ്ങനെ നമ്മുടെ വീട്ടിൽ അതൊരു പോയി നമുക്കതിനെപ്പറ്റി ഒരു ചർച്ച നടത്തേണ്ടതുണ്ട്. എന്താണെന്നറിയോ, നിങ്ങളുടെ വീട്ടിൽ എന്തോന്ന് പഠിപ്പിച്ചില്ലേ നിങ്ങളുടെ അമ്മ? എന്താണ് ഈ ആണുങ്ങളില്ലേ, ആണുങ്ങൾ നമ്മുടെ അമ്മായിയമ്മ, അതായത് നമ്മുടെ വീട്ടിൽ വരുമ്പോ അവരൊന്നും അങ്ങനെ ചെയ്യൂലല്ലോ. അവരിങ്ങനെ രാജാക്കന്മാരെ പോലെ ഇങ്ങനെ ഇരിക്കില്ലേ. അവർക്ക് ചെയ്യാൻ പറഞ്ഞാലും അവർക്ക് ചെയ്യാൻ മടിയായിരിക്കും. അതൊരു സ്വന്തം വീട് പോലെ. ഒരു ചായ ഇടാൻ പറഞ്ഞാൽ മടിയായിരിക്കും. എവിടെ ഇരിക്കണം, എനിക്കതൊന്നും എവിടെ ഇരിക്കണം എന്നൊന്നും അറിയത്തില്ല എന്നുള്ളൊരു മൈൻഡിൽ അങ്ങനെ മാറിയിരിക്കും. സന്തോഷേട്ടൻ അങ്ങനെയാണ്. അപ്പൊ അത് നമുക്ക് ചർച്ച നടത്തേണ്ടതാണ്. അതിപ്പോ എനിക്ക് തോന്നുന്നു സ്വന്തം വീട്ടില് ചെയ്യുമായിരിക്കും. ഞാൻ ഇപ്പൊ നീ തന്നെ പറഞ്ഞില്ലേ, നീയും സന്തോഷേട്ടനും മാത്രം താമസിച്ചിരുന്ന ആ സമയത്ത് സന്തോഷേട്ടൻ പിന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യുന്നു. ബിക്കോസ് നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കുറച്ചൊരു ഫ്രീഡവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. രണ്ടുപേരോട് ഒരുമിച്ച് ചെയ്യുന്നതും അതൊരു ഫണ്ണായിരിക്കും. അപ്പം എൻ്റെ അനന്തുവിൻ്റെ കാര്യത്തിൽ അത് രസമാണ്. നമ്മൾ രണ്ടുപേരോട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അനന്ത് ഒറ്റയ്ക്ക് ഒന്ന് പാത്രം കഴിഞ്ഞ് ഞാൻ മുറി പോയിരിക്കും. പക്ഷെ അല്ലാത്ത സമയത്ത് ഞങ്ങൾ രണ്ടുപേരോട് ചെയ്യുന്ന സമയമുണ്ട്. പക്ഷേ എൻ്റെ തിങ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫാമിലി ഹൗസ് അല്ലെങ്കിൽ ഭാര്യ വീട്ടിൽ വരുമ്പോൾ ഇപ്പം അനന്തു ആണെങ്കിൽ അനന്തുവിനോട് പാത്രം പോലും കൊണ്ടുവെക്കാൻ എൻ്റെ അമ്മ പറയാറില്ല. ഇനി അവൻ്റെ പാത്രം കൂടെ കൊണ്ടുപോ എന്ന് പറയുന്നതാണ് എൻ്റെ അമ്മയുടെ ശീലം. ഞാനത് എടുക്കാറുമുണ്ട്. അനന്തു അപ്പം എൻ്റെ വീട്ടിൽ വന്ന അനന്തു ഇസ് ലൈക്ക് എ വെരി പ്രിവിലേജ്ഡ് പേഴ്സൺ. അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അത് എൻ്റെ വീട്ടിൽ ശീലമാണ്. അമ്മ അങ്ങനെയാണ്. ഇവിടെ അമ്മ അങ്ങനെയാണ്. ഇപ്പം സന്തോഷേട്ടനെ ആണെങ്കിലും ശ്രീജിത്തേട്ടനെ ആണെങ്കിലും ഭയങ്കര കാര്യമായിട്ട് തന്നെ കെയർ ചെയ്യും അമ്മ. അങ്ങനെയാണ്. അപ്പം അത് എനിക്ക് തോന്നുന്നു നമ്മളെ അപ്ബ്രിങ് ചെയ്തതിൻ്റെ ആ ഒരു തിങ്ങാണ്. ബിക്കോസ് നമ്മൾ അങ്ങനെ വളർത്തിക്കൊണ്ട് വന്നിട്ടുള്ളപ്പോൾ ആ പ്രിവിലേജ് എല്ലാം അവർക്ക് കിട്ടും. ഓക്കെ, ഞാനൊരു കാര്യം പറയുന്നത് ഡീവിയേറ്റ് ചെയ്തു പോയല്ലേ. നമുക്കൊരു വിഷയത്തിലേക്ക് വരാം. എന്തായിരുന്നു വിഷയം? ഞാൻ മറന്നുപോയി. എന്തായിരുന്നു നമ്മുടെ വിഷയം? എന്നാ പറയട്ടെ. ഓക്കെ, ഇപ്പം നമ്മളുടെ ഒരു ഗെറ്റ് ടുഗദർ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്തിട്ടുള്ളത്? നല്ല രസമായിരുന്നോ? അങ്ങനെ ഗെറ്റ് ടുഗദർ നല്ല രസമായിരുന്നു. ഒന്നും പറയാനില്ല, പെർഫെക്റ്റ് ആണ്. കാരണം നമ്മൾ എത്ര കാലമായി. അതായത് എനിക്ക് തോന്നുന്നു നമ്മൾ വണ്ടിപ്പെരിയാർ അന്ന് പോയതിനു ശേഷം നമ്മൾ ഇതേപോലെ ഒന്നും കൂടിയിട്ടില്ല. അപ്പൊ ഒരു 5-6 വർഷത്തിന്റെ 2021 നമ്മളെല്ലാവരും കൂടെ അന്ന് പോയത്. ലോക്ക്ഡൌൺ ഫസ്റ്റ് 4 വർഷത്തിന്റെ ഡിഫറൻസിലാണ് ഇപ്പൊ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടിയേക്കുന്നത്. അതുകൊണ്ട്
പിന്നെ വണ്ടിപ്പെരിയാർ വേറൊരു വൈബായിരുന്നു, ഇത് വേറൊരു വൈബാണ്. വണ്ടിപ്പെരിയാർ ഇസ് ലൈക്ക് നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ പോയതുപോലത്തെ ഒരു ഫീലായിരുന്നു. സന്തോഷേട്ടൻ ഇവളുടെ ഹസ്ബൻഡിന്റെ ബ്രദറിന്റെ വീട് അവർ റിസൈഡ് ചെയ്തിരുന്ന ആ സ്ഥലത്തായിരുന്നു. നമ്മൾ അവരുടെ വീട്ടിലാണ് നമ്മൾ കൂടുതലെല്ലാം ചെയ്തത്. നിനക്ക് എന്തായിരുന്നു ഈ ഇപ്പോഴത്തെയും അന്നത്തെ എക്സ്പീരിയൻസ് എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? വളരെ നല്ല എക്സ്പീരിയൻസ്. നല്ലായിരുന്നു. പിന്നെ ആകെ വിയുടെ മിസ്സിങ് മാത്രമേ ഉള്ളൂ. രണ്ടിലും ആദ്യത്തേലും പിന്നെ അവര് മീറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, മീറ്റ് ചെയ്തിട്ടുണ്ട്. മീറ്റ് ചെയ്ത് ചേട്ടൻ ഇൻട്രൊഡ്യൂസ് വിയെ കുറിച്ച് പറയുന്നത് നമ്മളന്ന് സന്തോഷേട്ടൻ ശ്രീതേട്ടൻ എന്നിട്ട് നമ്മള് വീഡിയോ കോള് വിളിക്കുകയാ. വിയെ കുറിച്ച് ഫസ്റ്റ് പറയുന്നത് അന്നാണ്. ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് ഞങ്ങൾ ഫുള്ള് ഓൺ ചാർജിൽ ഡാൻസും പാട്ടും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ്. അത് ശരിക്കും വേറെ മൂഡായിരുന്നു. നൈറ്റൊക്കെ അത് വേറെ വൈബായിരുന്നു. ശരിക്കും വേറെ വൈബ്. ഫസ്റ്റ് നമ്മുടെ മാക്സിമം എൻജോയ് ചെയ്യാനായിട്ട് സന്തോഷമായിട്ട് ചുമ്മാ ഭയങ്കര ബഹളം. അത് ശരിക്കും നമ്മള് ഗ്രിൽഡ് ചിക്കൻ, ഡാൻസ്, പാട്ട്, അങ്ങനെ ഒരു സെറ്റപ്പ് ആയിരുന്നു. അത് ശരിക്കും സൂപ്പർ ആയിരുന്നു. ഇതുപോലെ ഒരു കാം വൈബ് അല്ല. അവിടെ ഫുൾ ഓൺ അടിച്ചുപൊളിയായിരുന്നു. പകുതി ട്രിപ്പിംഗ് അവസ്ഥയിലാണ് ചേട്ടൻ്റെ വിയുടെ കാര്യം. ശ്രീജിത്തേട്ടനാ പൊട്ടിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ണി ഒരാളെ പറ്റി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ നെക്സ്റ്റ് ഡേ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുകയൊക്കെ ചെയ്തു. ഞാനും ദേവും കാർത്തുവും അമ്മയും എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ വീഡിയോ കോൾ ചെയ്യുകയൊക്കെ ചെയ്തു. അപ്പം അങ്ങനെയായിരുന്നു. അപ്പം ചോദിക്കട്ടെ, നമ്മുടെ നെക്സ്റ്റ് ഗെറ്റ് ടുഗദറിന് നെക്സ്റ്റ് ഗെറ്റ് ടുഗദറിന് ജൂണിൽ എന്തായാലും നമ്മളോടൊപ്പം പ്ലാൻ ചെയ്യും. ജൂണിനാണ് വിയുടെ എക്സാം തീർന്ന്, സെമിസ്റ്റർ എക്സാം തീർന്ന് അവൾ വരുന്നത്. അപ്പം 1 month അവൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കിടിലം പ്ലാൻ ചെയ്യും, കിടിലം ഒരു പരിപാടി പ്ലാൻ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കാനുള്ള കാര്യമാണ്, നിനക്ക് എന്താ ഫീൽ ചെയ്തിട്ടുള്ള ദേവുവിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവം, ഏറ്റവും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരു സംഭവം എന്താ നിനക്ക്? കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻ. അത്ര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓരോ സമയത്ത് ഓരോ അല്ല, ഷീ ഈസ് ഓൾവേസ് ലൈക്ക് ഒരു കാര്യത്തിൽ അവൾ ഭയങ്കര പിൻ പോയിന്റ്. എനിക്ക് അറിയാമെന്ന് വെച്ചിട്ട് അവൾ ഒരു കാര്യത്തിൽ ഭയങ്കര പിൻ പോയിന്റ് ആണ്. എൻ്റെ ഒരു ഇതാണ്, എനിക്ക് അറിയില്ല. എന്നോട് പറയണ്ടേ, എനിക്കറിയില്ല. അവൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് ട്രാവൽ ചെയ്യുന്നുള്ളതാ. അല്ലേ നിനക്ക്? ട്രാവലിംഗ്, നേച്ചർ ഫോട്ടോഗ്രാഫി. ഏതൊരു മലയാളിയുടെ നടക്കാത്ത കുറെ സ്വപ്നങ്ങളിൽ ഒന്നാണത് ട്രാവലിംഗ്. ഞാൻ വേറെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്. ഇല്ല, ട്രാവലിംഗ് എല്ലാവരുടെയും സ്വപ്നം ആയിരിക്കണമെന്നില്ല. ട്രാവലിംഗ് ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ട്. സോ ദേവുവിനെ സംബന്ധിച്ചിടത്തോളം ദേവുവിന് ഭയങ്കര ഇഷ്ടമാണ് ട്രാവലിംഗ്. ഫോട്ടോഗ്രാഫി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതാണ് അവിടെ ഒരു കുഴപ്പം. ഇനി നിനക്ക് കാർത്തുവിൻ്റെ കാര്യത്തിൽ വാട്ട് യു ഫീൽ ലൈക്ക്? ലൈഫ് സെറ്റിൽ ചെയ്യണം, എന്തെങ്കിലും ഒരു നല്ല ജോബ് ആണ്. ഓക്കെ, സോ ദേ നോ അബൌട്ട് ദാറ്റ്. ഇപ്പൊ അതേപ്പറ്റി എപ്പോഴും പറയാറ്. ശരിയാ, ഇച്ചു വന്നേ പിന്നെ നമുക്ക് കുഞ്ഞുങ്ങളായി കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു വീട് വേണമെന്നുള്ള ഒരു ചിന്തയാണ്. അപ്പോൾ ആസ് എ മദർ ഫാമിലി ആയിട്ട് എവിടെയെങ്കിലും സെറ്റിൽ ആവണമെന്നുള്ളത് ഹസ്ബൻഡിനാണ്. എൻ്റെ കാര്യമോ എന്നെ കുറിച്ച് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ട? ലൈക്ക് എൻ്റെ എന്തായിരിക്കും പക്ഷെ ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഞാൻ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാത്ത ഒരാളാണ്. ബട്ട് ഇങ്ങനെ ആദ്യം കേക്കായിരുന്നു, കേക്കിന്ന് പോയിട്ട് പിന്നെ പേപ്പറായി, പേപ്പറിൽ നിന്ന് പോയിട്ട് ഇപ്പോൾ ക്ലേ ആയി, പിന്നെ കുറേ നാൾ തുണിയായിരുന്നു, പിന്നെ കുറേ നാൾ തയ്യലായിരുന്നു, നൂലായിരുന്നു. അങ്ങനെ ഓരോന്നോരോ സമയത്ത് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ചൊരു വീടുണ്ട്. ഇപ്പൊ എന്റെ വീട് വെക്കാൻ അല്ല ഞാനും പറഞ്ഞത്, അല്ലെങ്കിൽ മൊത്തം ക്രാഫ്റ്റ് വർക്ക് എന്നും പറഞ്ഞിട്ട് ഒരൊറ്റ സെക്ഷൻ ആക്കിയിട്ട് ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അല്ല, എൻ്റെ ഇപ്പോഴത്തെ മെയിൻ തിങ് ഇവള് പറഞ്ഞതുപോലെ വീടാണ്. ഇപ്പൊ എനിക്കൊരു വീട് വെക്കണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. എൻ്റെതായ ഒരു വീട് വെക്കണം. എൻ്റെ ഒരു ഓൺ സ്പേസ് എനിക്ക് വേണം എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിലേക്ക് വന്നത്. ട്രിപ്പ് ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ട്. എന്തായാലും വിയേയും കൂടി വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഒരു തവണയും കൂടി ഇതുപോലൊരു അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്യും. ആൻഡ് അതും നമ്മൾ സൂപ്പർ വ്ളോഗാക്കാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. സോ ഈ ഒരു എന്താ പറയുക ഇൻ്റർവ്യൂ കൈൻഡ് ഓഫ് Q&A ഫൺ സെഗ്മെൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ ഫൺ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഓണസ്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. നോർമലി എല്ലാവർക്കും ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം, അത്രേ അറിയാം ഞങ്ങൾക്ക്. എനിക്ക് നന്നായിട്ട് ഇവരെ അറിയാം, ഇവർക്ക് എന്നെ നന്നായിട്ട് അറിയാം. സോ
ഇതിൽ ഞങ്ങൾ എന്താ പറയുക ഇതുവരെ ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത്. അപ്പം എന്തായാലും ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ബോറടിച്ചില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് താങ്ക്സ്. അതെ, ക്യാമറാമാൻ എക്സോസ്റ്റഡ് ആയി. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.